നമസ്തേ. രത്നശാസ്ത്രിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മൾ ഓരോ എപ്പിസോഡുകളിലും രത്നങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. നമ്മളിപ്പം ആ ഓരോ രാശി ലഗ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ഒരു രാശിയെക്കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു 3-4 എപ്പിസോഡുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പിന്നെ അപ്പം എത്രത്തോളം ഒരു വൈഡായിട്ടുള്ള ഒരു ഇത് പഠിച്ച് ഇത് സംഗീതമൊന്നും പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിലൊന്നും പഠിച്ചു ഞാനതെല്ലാം പഠിച്ചു കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിക്കും പറ്റില്ല. ഒരു വ്യക്തിക്ക് എത്രയോ ജന്മങ്ങൾ കൊണ്ട് ഇത് നമുക്കിത് കവറപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഓരോ ചാർട്ട് വരുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. പിന്നെ അതിനകത്ത് ഓരോ ക്യാരക്ടർ, ഒരാളുടെ ഒരു ചാർട്ടെന്ന് പറയുന്നത് അതൊരു സ്റ്റോറിയാണത്. നല്ലൊരു ജീവിതമാണ്. ജീവിതമേ നാടകം, ജീവിതമേ ഉലകം എന്ന് പറയുന്നത് പോലെ ഒരു ഇതാണ്. അതിനകത്തുള്ള ഓരോരോ സ്റ്റേജസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടാണ് ഇതിന് സാധിക്കുന്നത്. നമ്മൾ ഒരുപാട് ഓരോ രത്നത്തെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്ന കാര്യം ഈ തുലാം രാശിയെക്കുറിച്ച്, ലഗ്നത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വന്ന 1-2 കാര്യം ഉണ്ടായിരുന്നു. അതിലെ ലഗ്നാധിപൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു പ്ലാനറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചന്ദ്രനായിട്ട്, മൂണായിട്ടുള്ള അവരുടെ ഒരു ബന്ധം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഈ തുലാം ലഗ്നക്കാർക്ക് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന മറ്റ് പ്ലാനറ്റുകൾ ബുധനും ശനി. ബുധനും ശനി. ഓക്കെ. ശുക്രൻ്റെ ഏറ്റവും ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണത്. അപ്പോൾ അവരുടെ അത് മൂന്നും നന്നായിട്ട് ഒരാളുടെ വ്യക്തിയുടെ പൊസിഷനിൽ നിന്നാൽ അയാൾക്ക് സാമ്പത്തികമായിട്ടും ബിസിനസ് പരമായിട്ടും ബുദ്ധിപരമായിട്ടും എല്ലാം വളരെ നല്ല ലെവലിൽ നിൽക്കുന്ന ആളായിരിക്കും. ഈ 3 ഗ്രഹങ്ങൾക്കും നല്ല ഒരു ബാക്കപ്പ് ഇതിനകത്തുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ, അതായത് ശുക്രനും ബുധനും ശനിയും ഇപ്പം എല്ലാം കിട്ടിയെന്ന് വെച്ചാൽ കർമ്മരംഗമായി, ലക്ഷറി ലൈഫായി, ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതമായിരിക്കും. മനസ്സിലല്ലേ? അപ്പം അതെല്ലാം 3 ഒത്തിണങ്ങി ബുദ്ധിപരമായി നീക്കം, ബുദ്ധി കൊണ്ടായിരിക്കും ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നതും. അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിൽ വലിയ ഹൈ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ആ ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്നു, വലിയ IT-യുടെ ഒക്കെ വലിയ ഹെഡായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് സകല സൗകര്യങ്ങളും കമ്പനി ചെയ്ത് കൊടുക്കും ഇല്ലേ. വാഹനം കൊടുക്കും, ഇൻഷുറൻസ് കൊടുക്കും, നല്ല വില്ലാസ് കൊടുക്കും. ഇതെല്ലാം കൊണ്ടുവരുന്നത് മറ്റേ വീനസാണ് കൊണ്ടുവരുന്നത്. ലൈഫിൽ വരുന്ന ലക്ഷറി ടച്ച് എല്ലാം വരുന്നത് വീനസ്. ബുദ്ധിപരമായ നീക്കങ്ങൾ, കണക്കുകൾ, കൂട്ടങ്ങൾ, എങ്ങനെ മാർക്കറ്റിൽ ചെയ്യുക, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ആര് കൊടുക്കുന്നു? ബുധൻ കൊടുക്കുന്നു. ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് ശനി കൊടുക്കുന്നു. കാരണം ശനി ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇത് 3ഉം കൂടെ ഒന്നിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അത് ആൾക്ക് ഭയങ്കര ഒരു ഗുണകരമായിട്ട് മാറും അല്ലേ. റെയറാണ് അങ്ങനെയൊക്കെ. ഇത് 3 ഒന്നിച്ച് കിട്ടുന്നത് റെയറാണ്. അതൊരു ഈശ്വരാനുഗ്രഹം. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ അതേ സ്റ്റൈലിൽ നീക്കുന്ന ആൾക്കാർ നിറയെ ഉണ്ടോ? ഇല്ലല്ലോ, കുറച്ച് പേര്, വിരലെണ്ണ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇവർക്ക് ഈ വീനസിൻ്റെ കൂടെ ബുധനും ഉണ്ട്, അതുപോലെ തന്നെ ശനിയുണ്ട്. അതിൻ്റെ ദശാകാലങ്ങൾ, അല്ലെങ്കിൽ ആ കാലങ്ങളൊക്കെ ഇവർക്ക് വളരെ നല്ലതായിരിക്കും, എക്സലൻ്റ് ആയിരിക്കും. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഗ്രഹമാകട്ടെ അതിൻ്റെ കാലഘട്ടം കിട്ടുന്നതാണ് അയാളുടെ ഭാഗ്യം. ഒരു ഭാഗ്യം ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ആ ദശാകാലങ്ങൾ കിട്ടണം, സപ്പോർട്ടീവായിട്ടുള്ള ദശയുടെ കാലഘട്ടങ്ങൾ കിട്ടണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ആ ഗുണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം നല്ല ഒരു ഭാഗ്യാധിപൻ്റെ പീരീഡ് ഉണ്ട്. പക്ഷേ ആ കാലഘട്ടം കിട്ടുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. അല്ലെങ്കിൽ ശുക്രദശ നന്നായിട്ട് നിൽക്കുന്നു. ആ ശുക്രൻ ജനിച്ചപ്പോഴേ ഒരു ശിഷ്ടദശയിൽ ഒരു 10 കൊല്ലം കിട്ടിയിട്ടില്ലെങ്കിൽ അത് തീർന്നില്ലേ. ബാലശുക്രൻ എന്നൊക്കെ പറയില്ലേ. ശുക്രൻ ബാലശുക്രനായി പോയെന്ന് പറയും ആൾക്കാർ. എന്ന് വെച്ചാൽ ശുക്രദശ വന്നില്ല. പിന്നെ ജനിച്ചപ്പം
ഇപ്പോൾ പൂര നക്ഷത്രത്തിൽ ജനിച്ചു. ആ ടൈം ഓഫ് ബർത്ത് അനുസരിച്ച് ചിലപ്പോൾ അയാൾക്ക് 20 വർഷത്തെയാണ് ദശാകാലം ഈ ശരിക്കും ടോട്ടലി ശുക്രദശ. ചിലപ്പോൾ അയാൾക്ക് 10 ആയിരിക്കും കിട്ടുന്നത്, അല്ലെ വേറൊരു പൂരംകാരന് 2 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർന്നു. പിന്നെ ആദ്യത്തെ ദശ ചന്ദ്രദശ ബാക്കിയെല്ലാം അതിൻ്റെ കണക്കും പ്രകാരം പോകും. അപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. ശുക്രനാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാനറ്റ്, പക്ഷെ എന്നാലും അത് കിട്ടിയില്ല. മനസ്സിലായേ? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാ ലക്കകളിൽ ഭാഗ്യാധിപനൊക്കെ നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ആ പീരീഡും ചിലപ്പോൾ കിട്ടാറുണ്ട്. അതൊക്കെ നല്ല എക്സലൻ്റ് ആയിരിക്കും. അപ്പോൾ ബുധശുക്രന്മാർ അല്ലെങ്കിൽ ശനിയൊക്കെ നന്നായിട്ട് നിൽക്കുന്ന തുലാം ലഗ്നക്കാർക്ക് നല്ലതായിരിക്കും. തുലാം രാശിക്കാർക്കൊക്കെ അത് നന്നായിട്ട് വരും ആ പീരീഡ്. അവർക്ക് ഈ ഒരു ബുധൻ്റെ അതുപോലെ തന്നെ ആ ഒരു ശനിയുടെ പീരീഡൊക്കെ വളരെ നല്ല രീതിയിൽ ഇവരെ ഏറ്റവും മോശമായിട്ട് ഏത് പീരീഡായിരിക്കും ബാധിക്കുക, അല്ലെങ്കിൽ ഏത് ദശാകാലങ്ങളായിരിക്കും? വ്യാഴദശയൊന്നും കൊള്ളില്ല പലർക്കും. ഇല്ല, വ്യാഴത്തിൻ്റെ പൊസിഷനൊക്കെ നല്ലതാണെങ്കിൽ ഇപ്പോൾ തുലാലഗ്നത്തിൻ്റെ 10ൽ വ്യാഴം നിൽക്കുന്നു പറഞ്ഞാൽ കർക്കിടക എക്സോൾട്ടഡാണ്. പക്ഷെ പൊതുവേ ആ ദശാകാലം അത്ര ബെസ്റ്റായിരിക്കത്തില്ല. കാരണം ഈ 3ഉം 6ഉം ഭാവാധിപത്യമാണ് അവിടെ വ്യാഴത്തിനുള്ളത്. 3ഉം അത്ര നല്ലതല്ല, 6ഉം ഒട്ടും നല്ലതല്ല. 6 പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് പ്രോസ്പെരിറ്റി കുറഞ്ഞ ഒരു ഹൗസാണ്. അപ്പം അതിൻ്റെയൊക്കെ ആധിപത്യം വന്നപ്പോൾ നമുക്കത് അതിൻ്റെ സ്റ്റോൺസും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം തുലാം ലഗ്നം 2nd ഹൗസിൽ വ്യാഴം നിൽക്കുന്നു, വ്യാഴദശയാണ്. ഒരിക്കലും വ്യാഴത്തിൻ്റെ കല്ല് ഞാൻ കൊടുക്കാറില്ല. 3ഉം 6ഉം ഭാവാധിപത്യം കൂടെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 6ാം ഭാവാധിപം എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഉണ്ടാവും ആ പീരീഡിൽ. 6ാം ഭാവാധിപൻ്റെ പീരീഡുകൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സബ്ജക്റ്റ് ഇങ്ങനെ മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒന്നും സ്റ്റോൺ കൊടുക്കാൻ പറ്റില്ല. വ്യാഴദശ അതുകൊണ്ട് സ്റ്റോൺ കൊടുക്കാൻ പറ്റില്ല. വ്യാഴം ഡിവൈൻ പ്ലാനറ്റാണോ? വ്യാഴദശ ഒരു ഗുണം ഉണ്ടായില്ല സാറേ എനിക്ക്. എത്ര പേര് പറയും. ശനി വന്നപ്പോൾ വ്യത്യാസം വന്നു. കാരണം ശനി ഒരു ബിസിനസ്സും കർമ്മകാരകനും ഒക്കെയാണ്. ആ പീരീഡ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ നമ്മളെ മണി വൈസ് നമുക്ക് പ്രോസ്പെരിറ്റി അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, സ്ട്രഗിളിങ് ഉണ്ടാവും. ആ ശനിയുടെ പീരീഡ് ആയിരിക്കും നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നത്. പഴയ പെർത്ത് മൈനസ് പോയിന്റ്സ് എല്ലാം എടുത്തിട്ട് പുള്ളി കുടയും. 19 വർഷമുണ്ട് പീരീഡ്. ആളെ ശരിക്കൊന്ന് പക്ഷെ ആളെ നന്നാക്കി എടുക്കുക ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ഈ തുലാം ലഗ്നക്കാർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന 2 പ്ലാനറ്റ്സിനെ കുറിച്ച് സാറ് പറഞ്ഞു, ബുധനും ശനിയെക്കുറിച്ചും. അപ്പം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ശനിയുടെ ഒരു പീരീഡ് ആയിരിക്കും ചിലപ്പോൾ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ മെച്ചപ്പെടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാറ് പറഞ്ഞൊരു കാര്യമാണ് ഈ ശനി എന്ന് പറയുന്നത് ഈ തുലാം ലഗ്നത്തിൻ്റെ ഉച്ച പൊസിഷനാണ്. അത് അതിൻ്റെ ഒരു കാര്യം എന്താണ്? അതായത് ഈ തുലാം രാശിയെ കുറിച്ചപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയേണ്ടി വരും. കാരണം ശനി തുലാം രാശി ത്രാസുമായിട്ട് നിൽക്കുന്ന ആളാണ്. കച്ചവടമാണ്, ബാലൻസിങ് ആണ്, നീതി ന്യായമാണ്, ജുഡീഷ്യറിയാണ്, ബിസിനസ്സാണ് പക്ക. അപ്പോൾ പക്ക ബിസിനസ്സുകാരൻ ആയിരിക്കും തുലാത്തിൽ. ശനി വരുമ്പോൾ ശനി പക്ക ബിസിനസ്സുകാരനാണ്, ട്രേഡിങ്ങിൻ്റെ ആളാണ് പുള്ളി. അയൺ ആൻഡ് സ്റ്റീൽ മെർച്ചൻ്റാണ്, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽസ്, ഇതെല്ലാം ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ ശനിയുടെ പ്രത്യേകത എന്താണ്? ശനി ഏറ്റവും ലോവർ സ്ഥാനത്ത് നിന്ന്, ലോവർ ഗ്രേഡ് എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും ചെറിയ സ്ഥാനത്ത് ചെറിയ വർക്കുകൾ ചെയ്യുന്നതിൽ നിന്നും വലിയ വർക്കുകൾ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഇടപഴകി മാർക്കറ്റിൽ നിന്ന് കളിക്കുന്ന ആളാണ് ശനിയുടെ ഏറ്റവും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് തുലാം രാശി. ഏറ്റവും റെസ്പെക്റ്റബിൾ പൊസിഷനാണ്. നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ശനി ഇതിനകത്ത് ഉച്ചത്തിലാണല്ലോ, ചോദ്യ നഷ്ടത്തിൽ അത്രയാണ് അത് ഉച്ചസ്ഥിതി വരുന്നത്. ഫുള്ളായിട്ടുള്ള പൊസിഷൻ നടക്കുന്നത്. അതൊക്കെ ആണെങ്കിലും ടോപ്പായിരിക്കും. അപ്പോൾ ശനിയുടെ പീരീഡ് എന്ന് പറയുമ്പം ഏറ്റവും ടോപ്പിൽ പോകും. അപ്പം പുള്ളിക്ക് കർമ്മരംഗത്ത് നിൽക്കുന്ന കച്ചവടം ചെയ്യുന്ന ഒരു പ്ലേസിലാണ് പുള്ളിക്ക് കംഫർട്ടബിള്. എന്ത് മാർക്കറ്റിലോട്ട് ഇറങ്ങി
ആൾക്കാരെ അത് ചെയ്യ് ഇത് ചെയ്യ്, അതിനിടയ്ക്ക് പഠിപ്പിക്കുക, അവനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിപ്പിക്കും, സിസ്റ്റമാറ്റിക് ആകും. ഈ ഒരു കാലഘട്ടം കൂടെ ശനിദശം കൂടെ വരുന്നെങ്കിൽ നല്ലതെല്ലാം കൊടുക്കും. പക്ഷെ അതേ സമയം തന്നെ ആളെ പലതും പഠിപ്പിച്ചെടുത്തിട്ട് അതൊരു കൃത്യത ഉണ്ടാക്കിയെടുക്കും, സംഭവം നേരെയാക്കി എടുക്കും. ശനിയുടെ പീരീഡാണ് പറയേ വേണ്ട. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മണി, സർപ്ലസ് മണിയായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ കൊടുക്കുന്നത്. ഈ ബിൽ ഗേറ്റ്സിൻ്റെ ഒക്കെ ചാർട്ടിനകത്ത് സാറ്റേൺ എക്സോൾട്ടഡ് ആണ്. ഓക്കെ. പല ബിസിനസ്സുകാരുടെയും ചാർട്ടിനകത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ശനിയുടെ ഒരു സ്വാധീനം നല്ല രീതിയിലുണ്ടാവും അല്ലേ. തുലാം ലഗ്നം മാത്രമല്ല, ഇപ്പം മകരം കുംഭം ലഗ്നക്കാർക്കൊക്കെ ഈ ശനി എക്സോൾട്ടറായിട്ട് നിൽക്കുന്നവരെല്ലാം എന്തെങ്കിലും ജോലിയിലാണെ പോലും അവർ സൈഡ് ബിസിനസ് ചെയ്യും. ബിസിനസ്സിൽ ആയിരിക്കും അവർക്ക് കോൺസെൻട്രേഷൻ കൂടുതലും, കച്ചവടത്തിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത്. കച്ചവടം നന്നായിട്ട് ചെയ്യും, ഇടപഴകും ആൾക്കാരുമായിട്ട്. സൂര്യന് സംഭവിക്കുന്നത് എന്താണ്, ശരിക്കും വെറും മാർക്കറ്റിലിറങ്ങി ഒന്നും ഇടപെടാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് അവസ്ഥയാണ്. അതെ, ട്രേഡിംഗ് ആണ്. അതായത് സൂര്യന് എന്തോ ചെയ്യാൻ പറ്റിയില്ല, അതെല്ലാം പുള്ളി ചെയ്യും. അതെല്ലാം ഈ പറയുന്ന ശനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ. അതുകൊണ്ടാണ് സൂര്യശനി നല്ലതല്ലാത്ത വരുന്നത്. സൂര്യൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ശനി, ശനിയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് സൂര്യൻ. കാര്യം ഒരു അച്ഛനും മകനുമാണ് എങ്കിൽ പോലും ആ ഒരു എന്താണ് അതിനൊരു ഒപ്പീനിയൻ, ഡിഫറൻസ് ഇൻ ഒപ്പീനിയന് ഒക്കെ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം ഇതെല്ലാം നോക്കുമ്പോൾ ഒന്നും നമുക്ക് സത്യസന്ധമല്ലാത്ത ഒരു കാര്യങ്ങളും ഈ ഗ്രഹനിലകളൊന്നും പറയുന്നില്ല. നമ്മളത് പറയുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും തെറ്റിപ്പോകുന്നതല്ലാതെ ഈ ശാസ്ത്രത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ നിൽക്കുന്നത് വേദാംഗത്തിൽ ഒരംഗം, ഒരു കണ്ണാണിത്. ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് തന്നെ അത്ര ഷാർപ്പായിരിക്കും അത് കാര്യങ്ങൾ. ഇന്ന പൊസിഷനിൽ ഇന്ന ഗ്രഹം നിൽക്കുന്നെങ്കിൽ ഈ വ്യക്തി ഇന്നതായിരിക്കും എന്ന് പറയണ്ടേ. ഇപ്പം നമ്മൾ ഈ ചാർട്ടൊക്കെ കാണുന്ന പലരെയും നമ്മൾ ഓൺലൈനിലാണ് കാണുന്നത്, ആളെ കണ്ടിട്ടില്ല നമ്മൾ. ആളുടെ ഈ ഡീറ്റെയിൽസ് മാത്രമേ നമുക്കുള്ളൂ, അതിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ ഈ കർമ്മരംഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊണ്ടുപോകുന്നത്. ആളെ കണ്ടിട്ടില്ല. അപ്പോൾ ആളെ കാണാതെ നമുക്ക് അവരുടെ കാര്യങ്ങളിൽ നമുക്കൊരു കൃത്യത വരുന്നത് കൊണ്ടാണ് അവർ നമ്മളിലേക്ക് വരുന്നത്. പിന്നീട് എന്ത് പറയാൻ പറ്റും നമുക്ക്? നിങ്ങൾക്ക് ഇന്ന പീരീഡ് മുതൽ ഇന്ന പീരീഡ് വരെ നിങ്ങൾക്ക് വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞത്, ആക്സിഡൻറ്റും മരണതുല്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചെന്ന് ചുമ്മാ ഒരാളിന് പറയാൻ പറ്റുമോ? കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. പക്ഷെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആണ് ഏക മീഡിയ ഇതാണ്. ഈ മീഡിയയിൽ കൂടെ നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ടൊരാളെ കണ്ടാലും നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. അയാളുടെ ചാർട്ടിലേക്ക് കടന്നാൽ നമുക്ക് ഈസി ആയിട്ട് വിത്തിൻ 5 minutes നമുക്ക് വിത്തിൻ നോ ടൈം നമുക്ക് കയറാൻ പറ്റും. ഈ വ്യക്തി എന്താണ് ഫ്രണ്ട് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മഹത്വം. ഈ ആചാര്യന്മാരിത് കണ്ടെടുത്ത അവരുടെ മഹത്വം, നമ്മുടെ അല്ല, ശാസ്ത്രത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് വേൾഡ് വൈഡായിട്ട് നമ്മുടെ ഈ വേദിക് അസ്ട്രോളജിയും നമ്മുടെ സയൻസും ഒക്കെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്, വിവരമുള്ള ആൾക്കാർ. എനിക്കൊന്ന് ഇപ്പം ആൾക്കാർ അതിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ജമോളജി അല്ല, അസ്ട്രോളജി എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളോട് പലരും ജംഷനെ ക്ലാസ് എടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയക്കുറവ്, പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് ഈ തുലാം ലഗ്നക്കാർക്ക് അല്ലെങ്കിൽ തുലാം രാശിക്ക് ഈ പറയുന്ന ബുധനും ശനിയുമായിട്ടുള്ള ആ ഒരു കൺജക്ഷൻസ് അല്ലെങ്കിൽ അത് വളരെ നല്ല ഒരു പൊസിഷൻസ് എന്ന് സാർ പറഞ്ഞു. ശനിയുടെ ഒരു സമയമാണ് അവർക്ക് ചിലപ്പം നന്നായിട്ട് വരിക എന്ന് പറഞ്ഞത്. പക്ഷെ അതൊരു ആ ശനി ദശാകാലം എന്ന് പറയുന്നതും കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു സമയമാണ്. ആളെ ഒന്ന് സ്ട്രെയിൻ ചെയ്യിക്കും, അതായത് മൊത്തത്തിലൊന്ന് മൊത്തത്തിൽ ആളെ ഒന്ന് എടുത്ത്
കുടഞ്ഞ് ഒരു റെഡിയാക്കി എടുക്കും. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ആൾക്ക് കുറച്ച് എന്താണ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങളും ആൾക്ക് വരും. നമ്മളെ ശനി ഇപ്പം തുലാം ലഗ്നത്തിൽ ശനി മനസ്സിലായി. ശനി ദശാകാലത്തെ കുറിച്ചാണ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചത്. അതേസമയം ഇപ്പം മേടത്തിൽ തുലാത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് 180 നിൽക്കുന്ന ഒരു ഗ്രഹം ഇതൊന്ന് 7th ഹൗസ്. തുലാം ലഗ്നത്തിൻ്റെ 7th ഹൗസ് പറയുമ്പം എവിടെയാണ്? മേടമായി. മേടത്തിൽ ചൊവ്വ നിൽക്കാന്ന് വിചാരിക്കും. അപ്പോൾ ചൊവ്വയും ശനിയും പരസ്പരം നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ പീരീഡ് ഈ പറഞ്ഞ കംഫർട്ടൊന്നും ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. എസ്പെഷ്യലി ചൊവ്വയുടെ അപഹാരകാലങ്ങളൊക്കെ വരുമ്പം ഇപ്പോൾ ചൊവ്വ ശനി ബന്ധം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ആ ഒരു ടൈം ചിലപ്പോൾ എസ്പെഷ്യലി അത് ഫാമിലിയിലായിരിക്കും പാർട്ണർ. കാരണം ലഗ്നം തുലാം, ശനി അവിടെ നിൽക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ചൊവ്വ നിൽക്കുന്നു. ആ ചൊവ്വ ശനി പരസ്പരം 7th ഹൗസിലേക്ക് പരസ്പരം ഈ പ്ലാനറ്റ്സ് എല്ലാം നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പീരീഡ് ടർബുലൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം ശനിയും ഉച്ചത്തിലാണ്, ചൊവ്വയും ഓൺ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. പിന്നെ ഈ ലഗ്നത്തിൽ തന്നെ സൂര്യനും കൊണ്ടുണ്ടെന്ന് വിചാരിക്കുക, പിന്നെ ഡബിൾ പ്രോബ്ലം. കാരണം സൂര്യനും ശനിയിൽ നിന്നും ശനിദശാകാലം വന്നു. അപ്പോൾ സൂര്യശനി കൺജക്ഷൻ നിൽക്കുമ്പോൾ നമുക്ക് സൂര്യദശയോ ശനിദശയോ വരുമ്പം അത് നമ്മളെ അത്ര പോസിറ്റീവ് ആക്കത്തില്ലെന്ന് മാത്രമല്ല, നമുക്കെന്തെങ്കിലും ഏത് ഹൗസിൽ എന്തെങ്കിലും വീക്ക്നെസ്സായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലമൊക്കെ കയറി വരുന്നത് ഈ ഫീൽഡിലായിരിക്കും. കേസുകൾ, കാര്യങ്ങൾ, കുറ്റങ്ങളെല്ലാം കയറി ഈ ദശാകാലത്ത് വരും. സൂര്യശനി ബന്ധത്തിൽ നിൽക്കുന്നു കാലഘട്ടം, അല്ലെങ്കിൽ സൂര്യശനി അപഹാര കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ കോർട്ട് കേസിലൊക്കെ കയറി പെടും. അത് 7th ഹൗസുമായിട്ട് ബന്ധമാണെങ്കിൽ നമ്മൾ ഫാമിലി പരമായിട്ട് നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ കോടതി കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ട് എന്നാണ് അതിനർത്ഥം. അത് ചിലപ്പം വലിയ പ്രോബ്ലത്തിലല്ല നിൽക്കുന്ന അതിന് നമുക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയ ടോക്കിൽ ബന്ധം ചിലപ്പോൾ തീർന്നു. അപ്പം ഇത് അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ചാർട്ട് ഒരു വ്യക്തിയുടെ ചാർട്ട് കണ്ടാലാണ് ഇത് കൃത്യമായിട്ട് ഇത് കേസിലാണോ എന്താണെന്ന് പറയാനായിട്ട് പറ്റും. അതിൽ നിന്നൊന്നും ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. എത്ര ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ആളാണെങ്കിലും, എത്ര ഡിവിനിറ്റി നിൽക്കുന്ന ആളാണെങ്കിലും, എത്ര സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിൽക്കുന്ന ആളാണെങ്കിലും, എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും, അതിൽ എഴുതിയിരിക്കുന്ന ഫലങ്ങൾ ടച്ച് ചെയ്ത് പോകും. മനസ്സിലല്ലേ? അതാണ് ഈ ശാസ്ത്രം. അത് പ്രകൃതിയുടെ, ഈശ്വരൻ്റെ അല്ലെ പ്രകൃതിയുടെ ഒരു സംഭവമാണ്. കൊടുക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടുക ചെയ്യുന്നത്. നമ്മൾ കൊടുത്തതേ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. നമ്മളിങ്ങനെ അനുഭവിക്കണമെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടാകണം. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തതിൻ്റെ ഒരു ഫലമാണ്. നല്ലതാകട്ടെ മോശമാകട്ടെ പറയാം. ചില ആൾക്കാർക്ക് വളരെ നല്ല പൊസിഷനിലൊക്കെ പോകുമ്പോൾ നല്ല യോഗമുള്ളവനാണ്, അവന് എന്തോ നല്ല പുണ്യ ജനനമാണ് അല്ലേ? ഇതാണ് ഇതിൻ്റെ സിമ്പിൾ തിയറി. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പം ഇതിനകത്ത് ഇതിനകത്തൊരു ചാർട്ട് ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരവായിട്ടും മാറും. ഓക്കെ. അതായത് ഒരു 82 ഒരു ചാർട്ടാണ്. വേറെ അതിൻ്റെ കൃത്യതയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ചാർട്ടായതുകൊണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇത് ചതയം സ്റ്റാറാണ്. ചതയം സ്റ്റാർ വന്നു. 10-15 വർഷം രാഹുർദശ പോയി, 16 വർഷം വ്യാഴദശ പോയി. അത് കഴിഞ്ഞ് ശനിയുടെ കാലഘട്ടം വന്നു 2014 വന്നപ്പോൾ ഇദ്ദേഹം തുലാം ലഗ്നമൊന്നുമല്ല കേട്ടോ, വൃശ്ചിക ലഗ്നമാണ്. ലഗ്നത്തിൻ്റെ 7th വൃശ്ചിക ലഗ്നത്തിൻ്റെ, നമ്മൾ തുലാം ലഗ്നത്തിൻ്റെ 7th ഹൗസ് മേടം വന്നു. തൊട്ടിപ്പുറത്തെ വൃശ്ചികത്തിൻ്റെ വന്നപ്പോൾ 7th ഹൗസ് ഇടവമായി. മനസ്സിലായി? അപ്പോൾ ഇടവം എന്ന് പറയുമ്പം ശുക്രൻ്റെ ഹൗസായി. ആ ശുക്രൻ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നീചാവസ്ഥയിൽ നിൽക്കുന്നത്, നീചത്തിൽ നിന്നു. 7ാം ഭാവാധിപൻ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു.
ശനി ദശ സ്റ്റാർട്ട് ചെയ്തു. ഈ സൂര്യനും ശനിയും ബന്ധം ഈ ചാർട്ടിനകത്ത് കൺജക്ഷനാണ്. സൂര്യശനി ബന്ധം. അപ്പോൾ അതായത് ഈ സൂര്യശനി ബന്ധം, അതായത് കന്നിയിലാണല്ലോ ശുക്രൻ നീചത്തിൽപ്പെടുന്നത്. കന്നിയിൽ തന്നെ സൂര്യനും ഉണ്ട്, ശനിയുണ്ട്, ബുധനും ഉണ്ട്. അപ്പോൾ സൂര്യശനി വന്നപ്പോൾ ശനിയുടെ ദശാകാലം നടക്കുന്ന സൂര്യൻ്റെ അപഹാര കാലഘട്ടങ്ങൾ വന്നപ്പോൾ ഈ ഫാമിലി ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്നു. ഒരാളുടെ കൃത്യമായ ചാർട്ടാണ് കേട്ടോ, അതുകൊണ്ട് പേരില്ല, മാസം പറഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 82-ലെ ചാർട്ട് ചതയ നക്ഷത്രമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. 7ാം ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ നീചത്തി നിൽക്കുന്നത് എൻ്റെ എഫക്റ്റ് വന്നത് ശനിയുടെ ദശാകാലത്തിലാണ്. സൂര്യശനി ബന്ധം നിൽക്കുന്നു. കോടതിയിൽ വക്കീൽ വന്നിരിക്കുന്നു, കോടതി പോയിട്ടില്ല, കാരണം ബുധൻ വന്ന് അതിൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് കയറിയിട്ടില്ല. പക്ഷേ പുള്ളിയുടെ ചലഞ്ച് പുള്ളിയുടെ പേഴ്സണൽ ലൈഫാണ്. പേഴ്സണൽ ലൈഫ് വരാൻ കാര്യം എന്താണ്? റിലേഷൻഷിപ്പിൻ്റെ ആളാരാണ്? ഈ പറയുന്ന ശുക്രനാണ്. അതല്ല നീചത്തിൽ പോയി. അപ്പോൾ ഇത് വരേണ്ടത് എപ്പോഴാണ്? സൂര്യനും ശനിയും കൺജക്ഷനുള്ള പീരീഡ് വന്നു. അത് ഒരു കോടതിക്ക് അല്ല എങ്കിൽ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് എത്തി, എൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. കൂടുതലോട്ട് കയറുമെന്ന് നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ വൃശ്ചിക ലഗ്നമായതുകൊണ്ട് പുള്ളിയുടെ 10th ഹൗസ് എന്ന് പറയുന്നത് ചിങ്ങമാണ്. ഈ ചിങ്ങത്തിൻ്റെ അധിപൻ പോയി സൂര്യൻ 11th ഹൗസിൽ പോയി നിൽക്കുന്നു. അപ്പോൾ കർമ്മരംഗം കൊണ്ട് പുള്ളി നല്ലതാണ്. 10th ഹൗസ് സൂര്യനായതുകൊണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് പുള്ളി. ഒരു വർക്കിംഗ് ഫീൽഡ്. എഞ്ചിനീയർ ആകാൻ കാരണം എന്താണ്? എന്നാൽ പിന്നെ 10ലെ സൂര്യൻ പുള്ളിക്കൊരു ഇലക്ട്രിക്കൽ കടയോ ഇലക്ട്രീഷ്യനോ ആയിട്ടില്ല. എഞ്ചിനീയറിംഗ് വരാൻ കാരണം വെച്ചാൽ സൂര്യനും ശനിയും തമ്മിലുള്ള കൺജക്ഷൻ. ശനി എഞ്ചിനീയറിംഗ് ആണ്. ആ ഒരു കണക്ഷനാണ്. അപ്പോൾ അത് സംഭവിച്ചില്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ ടാസ്ക് എന്ന് പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഓരോ പ്ലാനറ്റ്സും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ സൂര്യനും ശനിയും വന്നപ്പോൾ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആൾ എഞ്ചിനീയറിംഗ് സൈഡ് വന്നപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പോയി. ബുധനാണ് എക്സോൾട്ടഡുമാണ്. അപ്പോൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പഠിച്ച് തന്നെ പുള്ളി എത്തിയത്. പഠിച്ച് തന്നെ പുള്ളി എത്തി, ഇലക്ട്രിക്കൽ ഫീൽഡിൽ വന്നു. ഈ 7th ഹൗസിന് പരിഹാരമില്ല, അത് പുള്ളി അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം ബാക്കിയെല്ലാം പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 10ാം ഭാവത്തെ എൻ്റെ നന്മ കൊണ്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. 7th ഹൗസ് നീചപ്പെട്ടു പോയി. അതും അനുഭവിക്കുന്നില്ലേ? ഒരു നാണയത്തിൻ്റെ 2 വശം. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അതിലാണ്. അങ്ങനെ. അപ്പോൾ ഈ ചാർട്ടുകാരന് നമുക്ക് ഏതായിരിക്കും രത്നം ഉപയോഗിക്കാം? റൂബി. സൂര്യൻ അവിടെ നല്ലതായിട്ട് ബലമായിട്ട് നിൽക്കണമല്ലോ പുള്ളിക്ക്. കോർട്ട് കേസോ എന്തായാലും വന്നാലും പുള്ളിക്ക് അത് അനുഭവിച്ച് നോക്കണം. പുള്ളിക്ക് അത് ഒരു റെസിസ്റ്റൻസ് പവറാണ് പുള്ളിക്ക് വേണ്ടത്. സൂര്യ ചന്ദ്രന്മാർ രണ്ടും നല്ല കേട്ടോ. ചന്ദ്രനാണേലും ഇവിടെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാദി വരും. ഇപ്പോൾ പേരൻറ് സപ്പോർട്ടാണ് ഈ വ്യക്തിക്കുള്ളത്, പാർട്ട്ണർ സപ്പോർട്ട് കുറവാണ്. ഇതോടെ ഞാൻ പറഞ്ഞു, പാർട്ണർഷിപ്പിലും പോയി ഒന്നിനകത്തും പോയി പെട്ടാൻ പോയി. കാരണം 7th ഹൗസിലാണ് ഈ ശുക്രൻ നീചപ്പെട്ട് നിൽക്കുന്നത്. ഹൗസ് പാർട്ണർഷിപ്പാണ്, ലൈഫ് ആൻഡ് ബിസിനസ്. അപ്പം എല്ലാം കൂടെ കൊടുക്കില്ല എല്ലാവർക്കും. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം, സപ്പോർട്ട്, ഫാദറിൻ്റെ സപ്പോർട്ട്, അത് കർമ്മരംഗത്ത് സപ്പോർട്ട്. ഫാദറായിരിക്കും ഇദ്ദേഹത്തോട് പറയുന്നത് ഈ മേഖല പോകണം, ഇങ്ങനെ ഗൈഡ് ചെയ്യുമല്ലോ നമ്മളൊരു 10th പഠിക്കുന്ന സമയമാകുമ്പോൾ. അതിന് അച്ഛനായിരിക്കും ഈ കർമ്മരംഗം കൈകാര്യം ചെയ്യുന്നത് സൂര്യനായതുകൊണ്ടും ഈ വ്യക്തിയുടെ സൂര്യനായതുകൊണ്ടും അത് പിതൃകാരകത്വം ഉള്ളതുകൊണ്ടും ഈ പുള്ളിക്ക് ഈ ജോലിയിലേക്ക് വരാനും പ്രൊഫഷണൽ വരാനും അച്ഛൻ്റെ നല്ലൊരു എഫേർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് അവിടെ റൂബി തന്നെയാണ്. നമ്മൾ ഈ സബ്ജക്റ്റ് സംസാരിച്ച ഇനി ഒരു 3 എപ്പിസോഡ് പോകും ഈ ഒരു ചാർട്ടിൽ. നമ്മളെല്ലാം ലിമിറ്റഡ് ആയിട്ട് പോയിന്റ് പോയിന്റ് നമ്മൾ സംസാരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇനിയും മുമ്പോട്ട് പോകും. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്കും കൂടെ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. നന്ദി, നമസ്കാരം.